ഇപ്പോൾ കാർഷിക മേഖല ഇപ്പം വളരെ അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായിട്ടുള്ള ഒരു വില കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സമാധാനവും സ്വസ്ഥമായിട്ടും ജീവിക്കാനുള്ള ഒരു സാഹചര്യം കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് സ്വദേശി താഴത്തേൽ മാത്യു സെബാസ്റ്റ്യൻ. സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, കച്ചവടക്കാരൻ, എല്ലാറ്റിനുമുപരി ഒരു കറയറ്റ കർഷകൻ. കർഷകൻ എന്ന വിശേഷണം അർത്ഥവത്താക്കുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി ഇപ്പോൾ ധാരാളം കർഷകരും മാധ്യമപ്രവർത്തകരും ഈ കുന്നുകയറി വന്നു തുടങ്ങിയിരിക്കുന്നു. കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് വില്ലേജിൽപ്പെട്ട പാന്ത്ര കണ്ണത്തുമലവാരത്തിലെ 12 ഏക്കർ വരുന്ന സ്ഥലമാണ് ശ്രീ മാത്യു സെബാസ്റ്റ്യൻ എന്ന കർഷകന്റെ പരീക്ഷണശാല. കാട്ടുമൃഗങ്ങൾ വാണിരുന്ന ഇവിടം ജാതിയും കുരുമുളകും കവുങ്ങും നിറഞ്ഞ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയത് ഇദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം ഒന്നുമാത്രമാണ്. മോഹിൻ നഗർ കമുകിലായിരുന്നു തുടക്കമെങ്കിലും അടക്കയുടെ വില തകർച്ച വില്ലനായി. പക്ഷേ മറ്റു കർഷകരെ പോലെ കമുക് വെട്ടി റബ്ബർ വയ്ക്കാൻ അദ്ദേഹം തുനിഞ്ഞില്ല. കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ മലയോര മേഖലയിൽ അവയെ ആകർഷിക്കാത്ത ഒരു ഇടവിളയെക്കുറിച്ചായി പിന്നീടുള്ള അന്വേഷണം. ജാതിയിലായിരുന്നു താൽപര്യം. ജാതി കൃഷിയെക്കുറിച്ച് കൂടുതലറിയാൻ കോഴിക്കോട്ടുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടത് ഒരു വഴിത്തിരിവായി. അങ്ങനെ 2000 ആണ്ടിൽ 50ഓളം വിശ്വശ്രീ ജാതി തൈകളും കുറച്ച് A969 തൈകളുമായി മലകയറിയ മാത്യുവിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. IISRലെ ശാസ്ത്രജ്ഞരുമായുള്ള നിരന്തര സമ്പർക്കം മാത്യുവിന് ജാതികൃഷിയിൽ പുതിയൊരു ദിശാബോധം നൽകി. നട്ട് 3-ാം വർഷം തന്നെ ആദ്യ വിളവെടുക്കാൻ സാധിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കിട്ടാവുന്ന ഇനങ്ങളൊക്കെ അദ്ദേഹം കൃഷിയിടത്തിലെത്തിച്ചു. ഇന്ന് 1000ഓളം ജാതിമരങ്ങളുണ്ട് ശ്രീ മാത്യുവിന്റെ തോട്ടത്തിൽ. 2002 ജാതി കൃഷിയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ ഒരു 1300ഓളം വിവിധ ഇനം ജാതി മരങ്ങൾ കായ്ക്കുന്നതായിട്ടുണ്ട്. കൃഷി ഇറക്കുന്ന വർഷമാണ് ഏറ്റവും കൂടുതൽ ചിലവുള്ളത്, നമുക്ക് ചിലവ് വരുന്നത്. ഒന്ന് അതിൻ്റെ തൈകൾക്ക് വരുന്ന ചിലവും, അത് നമുക്ക് അതിൻ്റെ കുഴി എടുക്കാനും നടാനുള്ള പ്ലാന്റ് ചെയ്യാനുള്ള ചിലവാണ് കാര്യമായിട്ട് വരുന്നത്. അതിനുശേഷം ജാതി കൃഷിക്ക് അത്ര കാര്യമായിട്ടുള്ള ചിലവുകൾ വരുന്നില്ല. പിന്നെ അതിന് വളമിടാനും ഉള്ള ചിലവും വളരെ കുറഞ്ഞ ചിലവുകളാണ് പിന്നെ ഒരു വർഷം ജാതി കൃഷിക്ക് വരുന്നത്. തോട്ടത്തിലെ കമുകിൽ പടർന്നു കിടക്കുന്ന കുരുമുളക് വള്ളികളാണ് മറ്റൊരു കൃഷി. 3-ാം വർഷം തന്നെ കായ്ച്ചു തുടങ്ങിയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിന്റെ കുരുമുളകിനങ്ങളായ ശ്രീകര, ശുഭകര, പഞ്ചമി എന്നിവ ഒരു അധിക വരുമാന മാർഗമാണ്. എണ്ണത്തിൽ കുറവാണെങ്കിലും ആദായത്തിന്റെ കാര്യത്തിൽ ഒന്നാമതായി നിൽക്കുന്ന ജാതി കൃഷിയാണ് തനിക്ക് കൂടുതൽ സന്തോഷം നൽകുന്നതെന്ന് ശ്രീ മാത്യു പറയുമ്പോൾ വിശ്വശ്രീ, A969 തുടങ്ങിയ ജാതി ഇനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിനും അഭിമാനിക്കാൻ വകയേറെയാണ്. ഡയറക്ടർ അടക്കമുള്ള സയൻറ്റിസ്റ്റുകൾ തോട്ടം സന്ദർശിക്കുകയും അതിന് കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കി നമ്മളെ ബോധ്യപ്പെടുത്തുകയും അതിന് വേണ്ട പ്രതിവിധി പറഞ്ഞു തരികയും ചെയ്യാറുണ്ട്. പിന്നെ പുതിയ ഇനം ജാതികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തിയാൽ അത് കർഷകരിൽ എത്തിച്ചു കൊടുക്കുവാൻ കർഷകരെ സഹായിക്കുന്നു. പിന്നെ ഇടവിളയായിട്ട് ജാതി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നിലവിലുള്ള നമ്മുടെ കൃഷി നശിപ്പിക്കാതെ തന്നെ, അപ്പോൾ നമുക്കറിയാം എല്ലാവരും റബ്ബറിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നിലവിലുള്ള തെങ്ങ് തോട്ടങ്ങളും കവുങ്ങും തോട്ടങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ഇൻകം കണ്ടെത്തി തരുവാൻ IISRന്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്, സഹായിക്കുന്നു. വിത്ത്, നന, വളപ്രയോഗം, പരിപാലനം, വിളവെടുപ്പ് എന്നിവ സമയാസമയങ്ങളിൽ ശാസ്ത്രീയമായി ചെയ്യുക തന്റെ വിജയരഹസ്യം ഇതാണെന്നാണ് മാത്യുവിന്റെ പക്ഷം. ജാതി കൃഷിക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് നല്ല, നമ്മളാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിലയാണ് കിട്ടുന്നത്. നമ്മൾ കൃഷി ചെയ്യുമ്പോഴേ 80 രൂപയായിരുന്നു ജാതിക്കായുടെ വില ഉണ്ടായിരുന്നത്. ഇന്നത് 550 രൂപ വരെ എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ജാതി പത്രയും 300 രൂപ ഉണ്ടായിരുന്നത് 1200. അപ്പോൾ കർഷകരെ സംബന്ധിച്ച്, ജാതി കർഷകരെ സംബന്ധിച്ച് ഇപ്പോൾ ലോട്ടറി അടിച്ച ഇതിന് തുല്യമായിട്ടാണ് നിൽക്കുന്നത്. ശാസ്ത്രീയ കൃഷിരീതികളിലും പുതിയ ഇനങ്ങളിലും അതീവ വിശ്വാസമുള്ള ശ്രീ മാത്യു സെബാസ്റ്റ്യൻ ഒരു തികഞ്ഞ പുരോഗമന കർഷകൻ കൂടിയാണ്.
പാർശ്വശിഖരങ്ങൾ വളർന്ന് കുറ്റിച്ചെടി കണക്കെ വളരുന്ന വിശ്വശ്രീ പോലുള്ള ജാതിമരങ്ങളെ കമ്പുവെട്ടിയൊതുക്കി പാകപ്പെടുത്തിയെടുക്കുന്നതിനു പകരമായി ചെടിയുടെ ചുവട്ടിൽ ഇരുമ്പ് കമ്പി ഉറപ്പിച്ചു നിർത്തി ലംബമായി വളർത്തിയെടുക്കുന്ന രീതിയാണ് മാത്യു അവലംബിച്ചിരിക്കുന്നത്. വിളവിന്റെ ആധിക്യം കാരണം ശിഖരങ്ങൾ ഒടിയുന്നതിന് പരിഹാരമായി നൈലോൺ കയർ ഉപയോഗിച്ച് ശിഖരങ്ങൾ കമുകിലേക്ക് കെട്ടുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിലുള്ള തിരക്കുകൾ, പെട്രോൾ പമ്പ്, ബേക്കറി എന്നീ ബിസിനസ്സുകൾ, റബ്ബർ നഴ്സറിയുടെ നടത്തിപ്പ് എന്നിവയുമായി ദിവസം മുഴുവൻ ഓടി നടക്കുന്ന മാത്യുവിലെ ജാതി കർഷകനെ ആളുകൾ അറിയുന്നത് 2012 കാർഷിക തിലകമടക്കമുള്ള നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയപ്പോഴാണ്. സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ മാത്യു ജാതി കൃഷിയുടെ സാധ്യതകളെക്കുറിച്ച് പുതുതലമുറയെ കൂടി ബോധവൽക്കരിക്കുന്നതിനും ഗുണമേന്മയുള്ള ജാതി തൈകൾ മിതമായ വിലയ്ക്ക് കർഷകർക്ക് നൽകുന്നതിനും വേണ്ടി ജാതി നഴ്സറി എന്ന ആശയവുമായി ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജാതി കർഷകർക്ക് ആവശ്യത്തിനുള്ള നല്ല ഇനം ജാതി തൈകൾ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്. ഏറ്റവും അത്യുൽപാദന ശേഷിയുള്ള തൈകളാണ് കിട്ടുന്നത്. ഏറ്റവും പെട്ടെന്ന് കായ്ക്കണം. അതിനൊരു പരിധിവരെ നമ്മുടെയൊക്കെ തോട്ടങ്ങളിൽ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി അവിടെ ട്രെയിനിങ് കിട്ടിയ ഗ്രാഫ്റ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് കഴിഞ്ഞ വർഷം 2000 തൈയോളം തൈയാണ് ഉൽപ്പാദിപ്പിച്ചത്. ഈ വർഷം അതൊരു 5000 തൈ ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽപ്പെട്ട പൊള്ളാച്ചി താലൂക്കിലെ ഒടയക്കുളം OVR ഫാം ഉടമ ശ്രീ OVR സോമസുന്ദരം. ലോകത്തിൽ തന്നെ ഏറ്റവുമധികം നാളികേരം വിളയുന്ന സ്ഥലങ്ങളിലൊന്നായ പൊള്ളാച്ചിയിലെ അനേകം കേരകർഷകരിൽ ഒരാൾ. ഒരു പരമ്പരാഗത കേരകർഷകനെങ്കിലും സോമസുന്ദരത്തിനെ കൂടുതൽ പേരും അറിയുന്നത് ഒരു ജാതി കർഷകനായാണ്. ഏകവിള സമ്പ്രദായത്തിലുള്ള തെങ്ങ് കൃഷിയിലെ പ്രശ്നങ്ങൾക്കും ഉൽപാദനക്കുറവിനും ഒരു പരിഹാരമെന്ന നിലയ്ക്കാണ് ഏകദേശം 25 വർഷങ്ങൾക്ക് മുൻപ് അനുയോജ്യമായ ഇടവിളയെക്കുറിച്ച് ശ്രീ സോമസുന്ദരം അന്വേഷണം ആരംഭിക്കുന്നത്. ജാതികൃഷി തമിഴ്നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ ഈ കൃഷിയിലേക്ക് ആകർഷിച്ചു. അത്യുൽപാദന ശേഷിയുള്ള ജാതി ഇനങ്ങളെക്കുറിച്ചറിയാൻ രാജ്യത്താകമാനം യാത്രകൾ നടത്തിയ സോമസുന്ദരത്തിന് പക്ഷേ ജാതി കൃഷിയെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് നൽകിയത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനമാണ്. I planted my coconut in 1970. Then after 14 years started going for nutmeg cultivation. After traveling all over, then I visited ISR research station. There I got the knowledge of going for nutmeg. Then that time they were with Visvasiri grafts. I brought some Visvasiri grafts also. I planted. It's also doing very well. IISRൽ നിന്നും വാങ്ങിയ ഏതാനും വിശ്വശ്രീ ഇനങ്ങൾ കൃഷി ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് പല സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച തൈകളും കൃഷി ചെയ്തു. ഗുണമേന്മയുള്ള തൈകൾ ലഭിക്കുന്നതിനായി തോട്ടത്തിലെ നല്ല ചെടികളിൽ നിന്നും ശിഖരങ്ങളും മുകുളങ്ങളും ശേഖരിച്ച് ഗ്രാഫ്റ്റിംഗിലൂടെയും ബഡിങ്ങിലൂടെയും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചു. What is the advantage of going budding now? See, you can choose a mother plant which is giving early yield and more number of fruits. More number of fruits means even a 7-year plant can give 1000 fruits, but 12-year plant
2,000 fruits. If it is 10,000 fruits also can give a 20-year plant. That is an advantage. നാളികേരവും ജാതിയും 1:1 എന്ന അനുപാതത്തിൽ കൃഷി ചെയ്യുന്നതോടൊപ്പം 1:2 എന്ന അനുപാതത്തിൽ കൊക്കോയും അദ്ദേഹം ഇവിടെ കൃഷി ചെയ്തു വരുന്നു. 25 വർഷം മുൻപ് 320 തൈകളുമായി ആരംഭിച്ച സോമസുന്ദരത്തിന്റെ ജാതി കൃഷി ഇപ്പോൾ 1000-ലധികം മരങ്ങളായി വിപുലമായിരിക്കുന്നു. ഒരു വർഷത്തിൽ 2000-ലധികം ജാതിക്ക വരെ വിളവെടുക്കുന്ന മരങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട്. ഒരു കോസ്മോപൊളിറ്റൻ പൗരൻ എന്ന നിലയിലും ആഗോള വിപണി സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വ ബോധമുള്ള കർഷകൻ എന്ന നിലയിലും ശ്രീ OVR സോമസുന്ദരത്തിന് ജാതിയുടെ വിപണന മൂല്യത്തെപ്പറ്റി വ്യക്തമായ ധാരണയാണുള്ളത്. ഏതാണ്ട് 20ഓളം രാജ്യങ്ങൾ സന്ദർശിക്കുകയും കൃഷി സംബന്ധമായ നിരവധി സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് ജാതി കൃഷിയെക്കുറിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്ത ശ്രീ സോമസുന്ദരത്തിന് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്.